നമസ്കാരം. എന്തായാലും വിജയരാഘവൻ നീട്ടിയ വടി ബി.ജെ.പി. സ്വീകരിക്കാതിരുന്നില്ല. വയനാടിനെയാണ് വിജയരാഘവൻ അടിച്ചതെങ്കിൽ ആ വടി ഏറ്റുവാങ്ങി കേരളത്തെ മൊത്തം തല്ലിയിരിക്കുകയാണ് ബി.ജെ.പി. നേതാവും മഹാരാഷ്ട്ര മന്ത്രിയുമായ നിതീഷ് റാണെ. കേരളത്തെയും മലയാളി വോട്ടർമാരെയും അധിക്ഷേപിച്ച് നിതീഷ് റാണെ രംഗത്തു വന്നത് വലിയ വിവാദത്തിന് കാരണമായി. കേരളം മിനി പാകിസ്ഥാനാണ് എന്നാണ് റാണെ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ചത് അതുകൊണ്ടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. റാണയുടെ ഈ പ്രസ്താവന വിജയരാഘവന്റെ പ്രസ്താവനയുടെ വിപുലീകരണമാണ്. ബി.ജെ.പി. നേതാവ് പൂനെയിൽ നടത്തിയ പ്രസംഗം ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ അതിനെതിരെ കോൺഗ്രസ് രംഗത്തു വന്നു. ഭരണഘടനയെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് എന്ന പ്രതികരണമാണ് കോൺഗ്രസ് നേതാവ് പവൻ ഖേര നടത്തിയത്. എൻ.സി.പി. ശരത് പവാർ പക്ഷവും മന്ത്രിയുടെ പ്രസ്താവനയെ നിശിതമായി വിമർശിച്ചു. നേരത്തെയും വിവാദ പ്രസ്താവനകൾ നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞ വ്യക്തിയാണ് റാണെ. പ്രകോപന പ്രസ്താവനകൾ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കെയാണ് റാണെ വീണ്ടും വിവാദത്തിൽ കുരുങ്ങിയത്. 2019 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇത്തവണ 2 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ച രാഹുൽ റായ്ബറേലി മണ്ഡലം നിലനിർത്തിയതോടെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും പ്രിയങ്ക മത്സരിച്ച് ജയിക്കുകയുമായിരുന്നു. ഇക്കാര്യം സൂചിപ്പിച്ചാണ് മഹാരാഷ്ട്രയിലെ തുറമുഖ ഫിഷറീസ് മന്ത്രിയായ നിതീഷ് റാണെ കേരളത്തെ അധിക്ഷേപിച്ചത്. കേരളം മിനി പാകിസ്ഥാനാണ്, അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. എല്ലാ ഭീകരവാദികളും അവർക്ക് വോട്ട് ചെയ്തു. ഞാൻ സത്യമാണ് പറയുന്നത്. ഭീകരരുടെ പിന്തുണയോടെയാണ് രാഹുലും പ്രിയങ്കയും എംപിമാരായത് എന്നൊക്കെയാണ് നിതീഷ് റാണെ പ്രസംഗിച്ചത്. സമാനമായ പ്രസംഗമാണ് CPM ജില്ലാ സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ വിജയരാഘവനും നടത്തിയത്. വിജയരാഘവന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇത് ബി.ജെ.പിക്ക് CPM നൽകുന്ന സമ്മാനമാണെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അഫ്സൽ ഖാനെതിരെ ശിവജി ജയിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പൂനെയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് റാണെ തന്റെ വിവാദ പ്രസ്താവനയുമായി രംഗത്തു വന്നത്. ബി.ജെ.പി. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ കോൺഗ്രസ് പ്രതികരിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി. മത്സരിക്കുമോ എന്ന് ദേശീയ അധ്യക്ഷൻ JP നദ്ദ വ്യക്തമാക്കണം എന്ന് പവൻ ഖേര ചോദിച്ചു. ബി.ജെ.പി. നേതാക്കൾ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനകൾ ആവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഫഡ്നവിസ് വിഷയത്തിൽ ഇടപെടണം എന്ന് എൻ.സി.പി. ശരത് പവാർ വിഭാഗം ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും വിവാദ പ്രസ്താവന നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞയാളാണ് നിതീഷ് റാണെ. രാംഗിരി മഹാരാജ് സന്യാസിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിങ്ങളെ പള്ളിയിൽ കയറി തല്ലുമെന്നായിരുന്നു അന്നത്തെ ഒരു പ്രസ്താവന. ഇതും വീഡിയോയിൽ പ്രചരിച്ചതോടെയാണ് വിവാദമായത്. ഹിന്ദുക്കളല്ലാത്തവരുമായി ഇടപാട് നടത്തരുതെന്ന് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരോട് റാണെ ആവശ്യപ്പെട്ടതും വിവാദമായിരുന്നു. കേരളത്തിൽ നിന്നും മുമ്പും ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കാവുന്ന പ്രസ്താവനകൾ CPM സമ്മാനിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ തുടക്കമിട്ട ലവ് ജിഹാദ് ബി.ജെ.പി. ദേശീയ തലത്തിൽ ആഘോഷമാക്കിയിരുന്നു. കോൺഗ്രസിനെ അടിക്കാൻ CPM കണ്ടെത്തിയ ഒടുവിലത്തെ വടിയാണ് ബി.ജെ.പി. ഏറ്റെടുത്തതോടെ ഇപ്പോൾ കേരളത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഈ വിവാദങ്ങളിൽ ഇതുവരെ വിജയരാഘവൻ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. CPM-ഉം മൗനം പാലിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ CPM ബി.ജെ.പിയുടെ B ടീമാണ് എന്ന UDF ആക്ഷേപമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത്.